ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് റിയ ജിതിനെ കാണാനായി വന്നിരിക്കുന്നതാണ്. ജിതിൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പാർവതി നിന്റെ ഫോൺ എടുത്ത് നിന്റെ ഫോണിലെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയെന്ന് പറയുന്നു. എന്നിട്ടും നിനക്കൊരു കുലുക്കവുമില്ലല്ലോ. എൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചെന്ന് കരുതി പാർവതിക്ക് എന്നെ ഒന്നും ചെയ്യാനാകില്ലെന്ന് റിയ പറയുന്നു. അവൾ വിചാരിക്കുന്ന ആളെ അല്ലല്ലോ ഞാനെന്ന് റിയ പറയുമ്പോൾ, നിന്നെപ്പോലെ ഒരു ബുദ്ധിരാക്ഷസിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് ജിതിനും പറയുന്നു. ജിതിൻ എന്താ എന്നെ വിശ്വാസമില്ലേ എന്ന് റിയ ചോദിക്കുമ്പോൾ ജിതിൻ പറയുകയാണ്, എൻ്റെ അനിയത്തി ജാസ്മിന് നേടാൻ പറ്റാത്ത പലതും നിന്നെക്കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് എനിക്കറിയാം റിയ. എനിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ പോലും കൊന്നു കളഞ്ഞവനല്ലേ നീ. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയുമെങ്കിലും ചെയ്യണ്ടേ എന്ന് റിയയും പറയുന്നു. നിന്റെ ഒപ്പം ഞാൻ എന്നും ഉണ്ടാകും ജിതിൻ. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുകയും ചെയ്യും. അതേസമയം ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയയുടെ ആത്മാവ്. അപ്പോ ഇവക്ക് വേണ്ടിയാണല്ലേ ജിതിൻ എന്നെ കൊന്നത്? എന്റെ ജീവൻ എടുത്തത് പോരാഞ്ഞിട്ട് ഇപ്പോ എന്റെ ഏട്ടനെയും കൊല്ലാൻ ശ്രമിക്കുന്നല്ലേ? നിങ്ങളെ രണ്ടിനെയും ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ല. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ ഫോണിലേക്ക് അംബിക വിളിക്കുന്നതാണ്. വിശാലിന്റെ സുഖവിവരങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം അംബിക പറയുകയാണ്, മോനെ, പാറുവിനോട് സംസാരിച്ചിട്ട് കുറെ ദിവസമായി. മോൻ അവൾക്കൊന്ന് ഫോൺ കൊടുക്കാമോ? അമ്മേ, ഞാനിപ്പോൾ പുറത്തുനിന്ന് വന്നതേയുള്ളൂ. ഞാൻ പാർവതിയോട് പറയാം അമ്മയെ വിളിക്കാനെന്ന് വിശാല് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് കുളിച്ചു കഴിഞ്ഞ് സാരി ഉടുത്തുകൊണ്ടിരിക്കുന്ന പാറുവിനെയാണ്. അതേസമയം വിശാല് ചെന്ന് പാറുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പാറു പറയുകയാണ്, എന്താ സാർ ഇത്, ഇതിനൊക്കെ നേരവും കാലവും വേണ്ടേ? തുടർന്ന് വിശാല് പറയുകയാണ്, താൻ തന്റെ അമ്മയെ വിളിക്കാറില്ലേ? അയ്യോ, വിളിച്ചിട്ട് 2-3 ദിവസമായെന്ന് പാറു പറയുമ്പോൾ വിശാല് പറയുകയാണ്, അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തന്നോടൊന്ന് വിളിക്കാനും പറഞ്ഞു. അതിവിടുത്തെ ജോലി തിരക്കൊക്കെ കാരണം വിട്ടുപോയതാ സാറെന്ന് പാറു പറയുമ്പോൾ അമ്മയുള്ളപ്പോ അതിന്റെ വില താൻ അറിയില്ലെന്ന് വിശാല് പറയുന്നു. തുടർന്ന് പാറു അംബികയെ വിളിക്കുമ്പോൾ അംബിക പറയുകയാണ്, പാറു, നിനക്ക് തിരക്കാണെങ്കിൽ നീ പിന്നെ വിളിച്ചാൽ മതി. അടുത്ത് വിശാൽ മോനുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാമെന്നും അംബിക പറയുമ്പോൾ വിശാല് ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് പല്ലവിയുടെ കാര്യമെല്ലാം അംബിക പാറുവിനോട് പറയുകയാണ്. എന്നിട്ടമ്മേ, ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചോ എന്ന് പാറു ചോദിക്കുമ്പോൾ അംബിക പറയുകയാണ്, മോളെ, പാരമ്പര്യമായിട്ട് നാഗദോഷമുള്ള കുടുംബമാണ് നമ്മുടേത്. അതുകൊണ്ട് ഇപ്പോ വിപിനും പല്ലവിക്കും ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ല. അഥവാ കുഞ്ഞുണ്ടായാൽ അത് മോൾക്ക് ആപത്താണെന്ന് അംബിക പറയുന്നു. ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോട് ചോദിക്കുകയാണ്, അതെങ്ങനെ അമ്മേ പല്ലവിക്ക് കുഞ്ഞുണ്ടായാൽ എനിക്ക് ആപത്തുണ്ടാവുക? ആദ്യം നാഗദോഷം മാറ്റണം. അതിന് നാഗപഞ്ചമി ദിവസം വരെ കാത്തിരിക്കണം. അതുവരെ പല്ലവിയും വിപിനുമായിട്ടുള്ള ശാന്തി മുഹൂർത്തം നടക്കാനേ പാടില്ലെന്ന് അംബിക പറയുന്നു. മോളെ, ഞാനിതെങ്ങനെ പല്ലവിയോട് പറയാനാ? ഇത് പറഞ്ഞാലും നിന്റെ ജീവൻ ആപത്ത് വന്നാൽ കുഴപ്പമില്ലെന്നേ അവള് കരുതൂ. പക്ഷെ അമ്മേ, ഇതില് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പാറു ചോദിക്കുന്നു. ഞാൻ എങ്ങനെ അമ്മേ അവരുടെ ശാന്തി മുഹൂർത്തം തടയുക എന്നൊക്കെ പാറു വിഷമത്തോടെ ചോദിക്കുമ്പോൾ നിന്നെക്കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് നീ തന്നെ അത് എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അംബിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ്. എന്താടോ തന്റെ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല വിശാൽ സാർ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പാറു പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പല്ലവിയോട് ഈ കാര്യങ്ങൾ എങ്ങനെ പറയുമെന്നറിയാതെ നിൽക്കുന്ന പാറുവിനെയാണ്. നാഗപഞ്ചമി ദിവസം കഴിയാതെ ശാന്തി മുഹൂർത്തം നടന്നാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് സർപ്പദോഷമുണ്ടാകുമെന്നും അത് എന്നെ ബാധിക്കുമെന്നും ഞാൻ എങ്ങനെയാ പല്ലവിയോട് പറയുക? തുടർന്ന് രണ്ടും കൽപ്പിച്ച് പാറു പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പല്ലവി, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ശാന്തി മുഹൂർത്തം കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കണമെന്നാ അമ്മ പറഞ്ഞത്. ഇത് കേൾക്കുന്ന പല്ലവി പാറുവിനോട് പൊട്ടിത്തെറിക്കുകയാണ്. നീ തന്നെ മനഃപൂർവ്വം കള്ളം പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? നിന്നേക്കാൾ മുമ്പേ എനിക്കും വിപിൻ സാറിനും കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ സ്വത്തുക്കളിൽ കൂടുതൽ ഞങ്ങൾക്ക് വരും. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ പല്ലവി, ഞാൻ ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് പാറു പറയുന്നു. ഞാൻ പറഞ്ഞതിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ അമ്മയെ വിളിച്ചു നോക്ക്. അല്ലാതെ എനിക്കിതില് യാതൊരുവിധ പങ്കുമില്ല. നിന്നോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. നീ പോകാൻ നോക്ക്. ഞാൻ അമ്മയെ വിളിച്ചോളാമെന്ന് പല്ലവി ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ പാറു പുറത്തേക്ക് ഇറങ്ങുമ്പോ റിയ പാറുവിന്റെ അടുത്തേക്ക് വരികയാണ്. റിയയുടെ നോട്ടം കണ്ട് പാറു മനസ്സിൽ പറയുകയാണ്, ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇനി ഒരുപക്ഷെ പ്രഭാവതി അമ്മയും ഇവളും ചേർന്ന് പുതിയ എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കി കാണുമോ? തുടർന്ന് റിയ തന്റെ അടുത്തേക്ക് വരുമ്പോ പാറു ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇവിടുത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് നീയാണല്ലോ. ഇവിടെ താമസിക്കുന്ന എല്ലാവരും സുരക്ഷിതരാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് റിയ ചോദിക്കുമ്പോൾ ഇത് കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.